വന്നിരിക്കുന്നത് മറന്നുപോയി. എന്ത് ഗെയിമിൽ വന്നാണ് ഞാനിങ്ങനെ മറക്കുന്നു. അതെന്ത് ഇനി പേപ്പർ കഷ്ണത്തിൽ എഴുതി വെച്ചിട്ട് വരണം. എന്താന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളൊന്ന് കളിക്കാൻ പോണ ഗെയിമിന്റെ പേര് ബാറ്റ്മാൻ. ബാക്കി ഉണ്ടായിരുന്നു, മറന്നുപോയി ഞാൻ. ആകാശല്ല, തെറ്റിപ്പോയി. എല്ലാം തെറ്റിപ്പോണ്. അത് ഇവിടെ വല്ല എഴുതി വെച്ചിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും എഴുതി വെക്കൂല. ഒന്ന് കാണാൻ എനിക്ക് പേര് ഞാൻ മറന്നു പോയി. അതുണ്ടല്ലേ, അർക്കത്തം ഓർഗീൻസ്, എന്താ പറയാ, ബാറ്റ്മാൻ അർഗിത്തം. ഇംഗ്ലീഷിൽ ഞാൻ നല്ലോണം ടെക്സ്റ്റ് നോക്കി വായിക്കും. പക്ഷെ ഇതിലെന്താ പറഞ്ഞു എനിക്ക് വായിക്കാത്ര എന്തോ പറ്റി. എന്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട്. നമ്മളൊന്ന് ചലഞ്ച് മോഡാണ് കളിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒളിച്ചും പാത്തും കളിക്കാം. വേണോ ബാറ്റ്മാൻ വേണോ? നമ്മൾ ബാറ്റ്മാന്റെ ഗെയിമാണോ അല്ലെങ്കിൽ കളിക്കുന്നത്? നമുക്ക് ബാറ്റ്മാൻ തന്നെ മതി. യെസ്. അല്ല, ബേസ് എടുക്കാം. ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച ബേസ്. ഇത് വേണ്ട, നമുക്ക് നല്ല ബേസ് എല്ലാം എടുത്ത് കളിക്കാം. വേണ്ട. ഓക്കെ, ഇത് കളി ഫസ്റ്റ് തന്നെ. ഈ ബേസ് ഫസ്റ്റ് ഈ ബേസ് തന്നെ കളിക്കാം. ആദ്യം കിടക്കുന്ന ഫസ്റ്റ്, രണ്ടാമത് കിടക്കുന്ന സെക്കൻഡ്, മൂന്നാമത് കിടക്കുന്ന മൂന്നാമത്. അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ നാലാമത് വരുമോ? Yes, breaking in. Yes, let's go. ഞാൻ മുന്നിലെ ആളുകളാണ്, ഒന്നും ഞാൻ മതിയാകും. പിന്നെ പോടാ, ഇവിടെ തൂങ്ങിപ്പോവാനോ? തൂങ്ങിപ്പോവാനുണ്ട്. നാളെ എനിക്ക് അയ്യോ തൂക്കിക്കുന്നു. തൂങ്ങിയല്ല, കാല് കെട്ടിയല്ലേ നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഇവിടെ മാറിക്കളാട്ടാ. വാടമനെ എവരെയും കൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് കുറെ പേര് തൂക്കിക്കൊല്ലാൻ പറ്റുന്നത്. ഞാനിപ്പോ തൂക്കിക്കൊന്നു രാജാവന്നെ. പറ്റില്ല, എന്ത് ചെയ്യാനാണ്? അയ്യോ നാളെ നമുക്കൊന്ന് നോക്കാം ആരൊക്കെ ഉണ്ട്. രണ്ടുപേരുണ്ടായിരുന്നല്ലോ, എവിടെ പോയാണ്? ഞാനിവിടെ നിൽക്കുകയാണല്ല, താഴെ കേട്ടോ, താഴെ നിൽക്കുന്നു. ഇപ്പൊ കുറെ പേരുണ്ട്. നമുക്ക് അല്ലെങ്കിലും കൊല്ലാൻ കുറെ പേരുണ്ട്. എനിക്ക് കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം ഇവിടെ എന്തൊക്കെ സംഭവം. എനിക്ക് അങ്ങനെ ആരും ഇപ്പൊ ഇവിടെ പോവാം. കോഴി പോയി കൊന്നാലേവനെ. പക്ഷെ ഈ നെഞ്ചിലൊരു പേടിയുണ്ട്. ആ പേടി കാണാൻ ഞാൻ ഓക്കെ കുഴപ്പമില്ല. വേടി ഞാൻ ഇന്നലെയായിട്ട് രണ്ടുപേരെ കൊന്നിരിക്കുന്നു. ഇനി നോക്കാം. അവിടെ രണ്ടെണ്ണം ഉണ്ട്. നാല് എത്ര പേരൊന്നും എനിക്ക് മനസ്സിലാകില്ല. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണല്ലേ. പാവം എല്ലാത്തിനും ഞാൻ മിക്കവാറും നിന്നെ നമ്മൾ കൊല്ലും. ഡൗട്ടൊക്കെ ഉണ്ട്. ഡ്രോപ്പ് അറ്റാക്ക് ചെയ്യണോ? ശബ്ദം കേട്ടെല്ലാം ഓടി വരും. വേണ്ട, നമുക്ക് അല്ല ലാസ്റ്റ് ആവുന്ന ഒരുത്തരം നമുക്ക് ഡ്രോപ്പ് അറ്റാക്ക് ചെയ്യാം. ലാസ്റ്റ് ഒരുത്തം വരത്തില്ലേ, അവനെന്ത് നമുക്ക് ഡ്രോപ്പ് അറ്റാക്ക് ചെയ്യാം. അയ്യോ മണി എനിക്ക് എത്ര വേണം പോണം. ഓക്കെ യെസ്, ഓക്കെ ഇവിടെ പോവാം. ആരെങ്കിലും ഉണ്ടായില്ലല്ലോ. അവൻ നമുക്ക് ലാസ്റ്റ് കൊല്ലാം. ഇതെല്ലാരും കൂടെ ഇങ്ങനെ ഓടിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യാ? ഇതെല്ലാം ഒന്ന് ഇങ്ങോട്ട് നിക്കാം. എനിക്ക് ചെക്കിങ് നടക്കുന്നു. ഡോക്ടറിനെ വിളിച്ചോണ്ട് വാടാ. പിന്നെ സങ്കടത്തിൽ ഞാൻ കൊണ്ട ചേട്ടൻ ബാബ വന്നു. എന്റെ അടുത്ത പരീക്ഷണങ്ങൾ
ജയിക്കില്ല, തോക്കും. ഇതെനിക്കറിയാവുന്ന ആരാണ്, നമുക്ക് പോവാം. ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കൊരു ധാരണയൊന്നുമില്ല. കാണാൻ എനിക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഇവിടെ ചാടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കാണും, ചിപ്പു വെടിവെക്കും. അതെനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ നിനക്ക് വിട്ടു തരികയില്ല. ഇത് കാണുമെങ്കിൽ നീ തോക്ക് മാറ്റണം. എന്നാ ഞാൻ വിട്ടുതരാം. വിട്ടുതരത്തില്ല പോലെ. ഇവൻ ഇവിടെ വന്നു. അങ്ങനെ വഴിയൊക്കെ ഉണ്ടാകുക, അങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. ലാസ്റ്റ് ഒരാളുള്ളപ്പോൾ നിനക്ക് ഞാൻ ആ അറ്റാക്ക് ചെയ്തു തരാം. ഡ്രോപ്പ് അറ്റാക്ക്. അല്ലെങ്കിൽ അവന്മാർ ഓടി വരും. എടാ തല കഴിക്കണം. നീ ചിലപ്പോൾ അങ്ങോട്ട് ചാടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇങ്ങോട്ട് തല കഴിക്കും. തലേന്ന് അങ്ങോട്ട് വെക്കാനല്ലേടാ ഞാൻ പറഞ്ഞ. ബോംബ് വെക്കാൻ പറഞ്ഞില്ലല്ലേ? അയ്യോ, ബോംബ് വെച്ച് എനിക്ക് തന്നെ ഇഷ്ടമായി. അതിനും കുഴപ്പമില്ല. ഞാൻ തൂക്കി കൊല്ലാൻ പറ്റുന്ന തെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ചെയ്യാൻ പറ്റത്തില്ലല്ലേ. അവൻ എന്നെ കൊണ്ട് തോറ്റു. ഇവന് പോയി ഇങ്ങോട്ട് പോവാൻ പോവല്ലടാ. അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഇപ്പൊ ചെയ്ത് നോ. പിന്നെ നീതി പാലിക്കണം. നമുക്ക് നിശബ്ദത. ആരാ ഇത് ചെയ്തത് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോടാ? ഉണ്ടാ? അതെ, നിനക്കുണ്ടോ? ഉണ്ടായില്ലേ? പറ. ഇപ്പൊ പറയാണ്. താല്പര്യമുണ്ടോ? നോക്കണ്ട. താര നിന്നെ രക്ഷിക്കാൻ ആർക്കില്ല. പറ്റുന്നവനുണ്ടെങ്കിൽ അവന്റെ കാര്യം ഞാൻ തീർക്കും. പക്കുടല്ലേ ചുച്ചു. പക്ഷെ ഒരു പ്രശ്നമാണ്. ഞാൻ എസ്കേപ്പ് ആയി. അന്നം വിട്ടാലും നോക്കി നിൽക്കുക അവൻ. സ്നേഹം ഇവിടെ ആയിപ്പോയി. ഇതപ്പോള് ഓക്കെ, അവിടെ ഒന്നുകൂടെ പോവാൻ. ഇനി അവൻ പേടിച്ചു പോയി. നമുക്ക് പോയി കൊല്ലുക. ഇനി ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞിട്ട് നമുക്ക് ആ അറ്റാക്ക് ഒന്ന് ചെയ്യാം. അല്ല, എനിക്കൊരു പേടിയുണ്ട്. ഡ്രോപ്പ് ഇല്ല. അങ്ങനെ നമുക്ക് അയ്യോ അവൻ താഴെ ഇറങ്ങുന്ന വെയിറ്റ് ചെയ്ത് നമുക്ക് ഡ്രോപ്പ് അറ്റാക്ക് ഒന്ന് ചെയ്യാം. ഗ്ലൈഡ് കിക്ക് ഞാൻ ഗിട്ടിക്കെന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. അവൻ അതിന്റെ അടിയിൽ നിൽക്കുന്നു. അവൻ താഴെ പോട്ടെ കേട്ടോ. അപ്പൊ തന്നെ ഞാൻ നിനക്ക് ആ ഡ്രോപ്പ് അറ്റാക്ക് ചെയ്യാം. എനിക്ക് ഇപ്പൊ ഡ്രോപ്പ് അറ്റാക്ക് ഉണ്ടല്ലേ. ഇതായിരുന്നു ഡ്രോപ്പ് അറ്റാക്ക്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ ഞാൻ ഒന്നു കൂടുതൽ ഷോ ആക്കിയാൽ ഇങ്ങനെ ഇരിക്കണ്ടേ. ഇൻസേർട്ട് ചെയ്യാൻ വന്നത് അപ്പോഴത്തേക്ക് എല്ലാം നോയാണ്. സങ്കടം. നെക്സ്റ്റ് ലെവൽ. നമുക്ക് ഇതെടുത്താലോ? ഇത് കളിക്കാം. നല്ല എനിക്കിത് അത്ര എന്താടാ ഇങ്ങനെ ഞാൻ കളിക്കില്ല. എനിക്ക് അറിയത്തില്ല. എനിക്ക് പേടിയാവും. അയ്യോ പോ. എന്തുവാ എത്ര പാട്. അവിടെ ഷിപ്പിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന അല്ല ഇല്ല. ഷിപ്പിന്റെ ഉള്ളിൽ ഒരാളില്ല. നമുക്ക് പോയാൽ കൊന്നാലേ. എന്റെ ഉള്ളില് ഒരു ഭയമുണ്ട്. അത് എല്ലാവർക്കും കാണുമ്പോഴേ പറയാൻ കഴിയും. പോയാൻ കൊന്നാലായത്. എന്തോ പറയാൻ നിന്നാട്ടോ പാവം. എന്തോ പറയാൻ നിന്നവൻ. ഞാൻ തട്ടി ഇനി ബാക്കിയുള്ളവന്മാരെവിടെയാ? തക്കുടുവാള്. ഇവിടുത്തെ ഒരാളെ ഉള്ള. അല്ല, ഇവിടെ നിൽക്കുന്നായിരുന്നു നീ? ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ ഇങ്ങോട്ടൊന്ന് പോവാം. പക്ഷെ ഇവനെ കൊല്ലുന്ന ഇച്ചിരി ടഫ്
ഇച്ചിരി ഉള്ളാട്ടാ, ഇച്ചിരി തൊട്ട് പണിയുണ്ട്. പക്ഷെ അവ തിങ്ങിട്ട് ഒന്നെങ്കിൽ എനിക്ക് എളുപ്പമായേനെ. പക്ഷേ പോരട്ടെ പോരാട്. അവനിവിടെ എവിടെ ഉണ്ട്. ശരിയാണ്ടാ, ഞാനിവിടെ ഉണ്ട്. നീ എന്നാലും ബട്ടാണ് തോന്നുന്നു. മേലോട്ട് നോക്കാൻ താഴെ നോക്കത്തുള്ളൂ. അമ്മേ ഇവിടെ ചെയ്യാല്ലേ. രക്ഷോട്ടൊന്നും ആണെങ്കിലും ഞാൻ പോണില്ല. ഇവിടത്തെ യെസ് അവിടെ ഒരു മേശ ഇവിടെ നിൽക്കാം. ഇവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ രക്ഷപ്പെട്ടാൽ, ഇവൻ ഇങ്ങനെ ചേർന്ന് നടക്കാൻ ഇതേപോലെ ചേർന്ന് ഇങ്ങനെ നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അവനോലെ തന്നെ. കഷ്ടം. പടി ഇറങ്ങരുത്. ഇറങ്ങിയാൽ നിനക്ക് നീ അടി മേടിക്കും. ഇങ്ങോട്ട് പോവാം. എന്തോന്നടാ ഇവനെന്തടേ? എടാ ഒത്തിനാടാ. ഞാൻ നിന്നെ ഇടിക്കത്തില്ല, കൊല്ലേ ചെയ്യും. ഇങ്ങോട്ട് വാ. പക്ഷേ അത് പറ്റൂല. പക്ഷേ ആ ഡയലോഗ് അതെ ഞാൻ പറഞ്ഞ ശരിയാണ്. നിന്നെ ഇടിക്കത്തില്ല, കൊല്ലയല്ലേ ചെയ്യുന്ന. ഇടിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കൊല്ലും. ഞാൻ നിന്നെ ഇടിക്കത്തില്ല, പോരെ കൊല്ലേ ചെയ്യുള്ളൂ. അതല്ല ഇവിടെ പോവാം. അവൻ എവിടെയാ വന്നേ? അവിടെ പോവാൻ കേട്ടോ. ഇവിടെ ആരും തൂക്കിയിട്ടില്ലെന്ന് എനിക്കുണ്ടാവും. പോരട്ടെ അങ്ങോട്ട് പോരട്ടെ. നേരെ 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 കണ്ണൊന്നും അങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത് കള്ളക്കളി. എന്താടാ ഇഷ്ടമുണ്ടാ? എവിടെയൊക്കെ നോക്കിയിട്ട് എനിക്കൊരുത്തനെ കിട്ടും. ആകെ കൊന്ന രണ്ടോ ഒരാളെ നിന്നാണ് ഞാൻ കൊന്നു. എന്നിട്ട് ഇത്ര എനിക്ക് പറ്റില്ല അല്ലേ. എനിക്ക് ഭയം. ഇനി ഭയം കാണിക്കട്ടെ. എല്ലാം ഓക്കെ. ഇനി ഭയം കാണിക്കില്ല ഒരിക്കലും. എന്തോടാ അപ്പൊ ഒരുത്തൻ അവിടെ മേലെ നിൽക്കുന്നടേ. മേലെ നിന്നിട്ട് ഇറങ്ങി. കണ്ടില്ലേ? ഞാൻ കണ്ട ശരിയാണോന്ന് എനിക്കറിയാൻ പാടില്ല. എന്നതാ പോണ് കണ്ട. ഇവിടെ ഇങ്ങോട്ട് പോവാ. ഓക്കെ യെസ്. റിലീസ് ചെയ്യാം. അപ്പ റിലീസ് ചെയ്യാട്ടാ മോനെ. ഇവിടെ നിൽക്കാം കേട്ടാ. അപ്പൊ ഇവൻ ചിലപ്പോ ഇങ്ങോട്ട് വരേ തന്നെ. ഇവിടെ ബോംബ് അമ്മമാർ വെച്ചിട്ടുണ്ട്. ഈ റെഡ് കളർ സാധനങ്ങളാണ് മിന്നുന്ന. ഇത് നമ്മുടെ ബോംബാണ് നമ്മൾ കൊല്ലാനുള്ള. അയ്യോ പിന്നെ ഒളിച്ചെപ്പടി തൂക്കുമ്പോ എനിക്ക് ബോറടിക്കുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മക്കളൊന്ന് കൊല്ലണമല്ലോ എനിക്ക്. ഇപ്പൊ ഒത്തി മുമ്പോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് ഒത്തി മുമ്പോട്ട് പോയാൽ ഞാൻ അങ്ങനെയാണ് അത്ര കൊണ്ടാട്ടാ. എന്നിട്ട് നിന്നിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഓക്കെ നിന്നില്ല, എന്നാലും ഞാൻ കൊന്നു. അതിന്റെ കഷ്ടപ്പാടും ക്രെഡിറ്റും എനിക്ക്. നിനക്കൊന്നുമില്ല. Where did we get ബാക്കി എന്തോ പറഞ്ഞ ഞാൻ കേൾക്കുന്നില്ല. എവിടെ നീ? ഇവിടെ ഉണ്ടോ? നീ നോക്കി നോക്കാട്ടാ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഒരുത്തും നിൽക്കുന്നല്ലേ. അവിടെ അന്തം വിട്ട് നമുക്ക് അവിടെ പോവാം. ഞാൻ ഇവിടം വരെ എത്തി. ഓക്കെ കറക്റ്റ് സമയമാണ് എത്തിയത് കേട്ടോ. വളയനെ ഒക്കെ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് രക്ഷപ്പെട്ടു. അതെന്തോന്ന് സ്റ്റാച്ചു കേട്ടാ. സ്റ്റാച്ചു നടക്കുന്നത് എന്തേ കിടപ്പ് എന്താ സ്റ്റാച്ചു കണക്ക്. കിട്ടുന്ന സ്റ്റാച്ചു കേട്ടാ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ക്ലിയർ കണ്ട ഇവിടെ കാണുന്നുണ്ടാ.
മറ്റവന്നുണ്ടാ ഹായ് ഹായ് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ആശാൻ. ഓക്കെ എന്നോടാ അവന്റെ കളി. പോടാ പോ. ആരും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. നമുക്ക് കൊല്ലണം ഇവനെ. അവസാനം ഇതോടെ എങ്ങനെ ആരംഭിക്കട്ടെ. പക്ഷെ ഇതല്ല എനിക്ക് അവസാനം. മിക്കവാറും തന്നെ ഇത് തന്നെ അവസാനം ഇതോടെ അങ്ങോട്ട് തീരട്ടെ. ഞാൻ കൊന്നില്ലേ? നീ കൊല്ലണോ? അപ്പൊ ഇനിയും കൊല്ലണോ? ഇല്ല. ഓക്കെ നമുക്കൊരു ഫൈറ്റ് ചെയ്താലോ? നല്ലതല്ലേ? നമുക്കൊരു ഫൈറ്റ് ചെയ്യാം. ഒരു ഫൈറ്റ് എടുക്കാം നമുക്ക്. ഇത് ഒളിച്ചുമ്പോഴത്തൊന്നുമില്ല. നമുക്കൊരു ഫൈറ്റ് ആണ്. ഇടി വേണോ? ഇടി നമുക്ക് ഇവിടെ എങ്ങനെ അടിക്കുന്നത്? ഇടി ഇതിടിക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് എടുക്കാം. ഇപ്പൊ ഇടിക്കുന്ന അല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇത് ഇടിക്കുന്നതാണെങ്കിൽ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ മണി ഇത് ഇടിക്കുന്ന അല്ലെന്ന് തോന്നുന്നു. ഇത് ഇടിയല്ല. മാത്രം നോക്കാം കേട്ടോ. അത് ഇടിയാണെന്ന്. ഇടി അല്ലെങ്കിൽ അയ്യോ ഇടിയല്ല. ഇടിയന്നെ സെറ്റ്. മോനെന്ത് പാവേ? അയ്യോ ഓ ഞാൻ തന്നെ കൊല്ലുന്നു. വാ നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. വാ പോടാ പോ. ഇനി നമുക്ക് റൗണ്ട് 1 കഴിഞ്ഞു. റൗണ്ട് 4 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. പോളാതടിയാ ഒരു തടിയൊന്നും. തെമ്മാനെ പോയി മലയാളത്തെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവൻ. ഇനി ഒരുത്തൻ പെട്ടി എറിയുന്നു. അവനെ കൊന്നത് രക്ഷപ്പെട്ടു. പോടാ അവിടെ. പിന്നെ ഞാൻ കാണൂലെന്ന അവന്റെ വിചാരം. കൊടു ഇടി. പവർ ബൂസ്റ്റ് വെച്ച് തടിയനെ എനിക്ക് കൊല്ലണമെന്ന് ആഗ്രഹം. അവൻ ഞെട്ടി വന്നിട്ട് കയ്യേറിക്കൊണ്ടേ. അവൻ ഞെട്ടിക്കാൻ പറയാനുള്ള കാര്യമൊന്നും വെച്ചാൽ അവൻ ഞെട്ടിക്കേ. കാണാത്തത് കാണും കേട്ടോ. ആ ലെവലിൽ കണ്ടില്ലെങ്കിൽ മതി കേട്ടോ. ഓക്കെ ആ സാധനം ഉണ്ടാകുന്നെങ്കിൽ കൊള്ളായിരുന്നു. നേരത്തെ അത് ഇലക്ട്രിക് അതില്ലേതാ? ഓക്കെ അതല്ല രസം. പെട്ടെന്ന് ഇതിനെ കൊല്ലാൻ പറ്റും നമുക്ക്. ലാസ്റ്റ് അവനല്ല അല്ല എണീറ്റു കേട്ടോ. എണീറ്റന്ന് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ കൊന്നു. യെസ്. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടെ കളിക്കാം. യെസ്. ഇത് കുറെ പേരുണ്ട് കേട്ടാ. കുറെ പേരുള്ള റൗണ്ടാ ഇത്. പിന്നെ ഗ്യാസ് എടുക്കാൻ കയറിയ പവർ തന്നെ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പവർ എന്ന് പറഞ്ഞ അയ്യോ ഒരു പ്രാവശ്യം ഹെൽത്ത് കട്ടിയത് ഞാൻ ഈ കിടന്ന് കാണുന്നു. ഞാൻ ഈ കിടന്ന് കളിക്കുന്നുണ്ടാവുമ്പോൾ എനിക്ക് ഹെൽത്ത് പോയതുണ്ടോ. ഞാൻ കുറെ അടികൾ അടിച്ചോണ്ടിരിക്കട്ടാ. മക്കള് നോക്കിയെങ്കിലും ഇതിനൊക്കെ തല്ലണം. തന്നിട്ട് എനിക്ക് ഒരു വെടിക്കെട്ട് കൂടെ അവസാനിക്കട്ടെ അല്ലേ? യെസ്.
ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞാൻ വീഡിയോ പറയും ഒന്നുകൂടാ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുള്ളപ്പോൾ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താൽ. ഓക്കെ, ബൈ.